കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കൂന്തൽ ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. റൈസെല്ലാം കണ്ടില്ലോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ചെയ്യാത്ത രീതിയിലാണ് തന്നെ ഉണ്ടാക്കിയിനി. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. ഫസ്റ്റ് നമ്മൾ കൂന്തലില്ലേ നല്ല വൃത്തിക്ക് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കതൊരു മസാല പരക്കാനുണ്ട്. അതിന് ഒരു ബൗളെടുക്കുക. അതിലേക്കില്ലേ നമ്മൾ എത്ര കൂന്തലാണ് എടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ചിട്ട് മുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതിന് ശേഷമല്ല ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇട്ടിച്ചിട്ടില്ലേ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തലില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലയും ആ കൂന്തലും നല്ലോണം ഒന്ന് കൈ യൂസ് ആക്കിയിട്ട്, ഈ സ്പൂണൊന്നും ഒരു കാര്യമില്ല കേട്ടോ, റെഡി ആവില്ല, നമ്മൾ ആ കൈ തന്നെ യൂസ് ആക്കണം. അപ്പം ഞാനവിടെ ക്യാമറ ഒന്ന് മാറ്റി വെച്ച് കൈയോട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും എടുത്ത് വെക്കണേ, 1 മണിക്കൂറായാലും നല്ലത്. ആ ടൈം കൊണ്ട് നമുക്ക് മസാലക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഇല്ലേ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടിയിട്ടില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ പേസ്റ്റ് ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയുണ്ടല്ലോ നമ്മളെ മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി ഇതൊക്കെ റെഡി ആകുമ്പോഴേക്കും അല്ലേ നമ്മൾ അരമണിക്കൂറായിട്ടുണ്ടായിനി. അപ്പോൾ നമുക്ക് ഈ കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് എടുത്തത്. വെളിച്ചെണ്ണ എന്തായാലും എടുക്കാൻ നോക്കണേ. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗീയും വെളിച്ചെണ്ണയൊക്കെ മെൽട്ടായി മിക്സായി വന്നതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ പരക്കി വെച്ച കൂന്തലില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഓവർ ഫ്രൈ ആകാൻ നിൽക്കേണ്ട, നല്ലൊരു വറ്റിച്ച ടൈപ്പില്ലേ ആ ടൈപ്പായിട്ട് നമുക്ക് കിട്ടേണ്ടത്. നല്ലോണം ഫ്രൈ ആയാൽ പിന്നെ ഇത് റബ്ബർ പോലെ ഉണ്ടാവും, കുറച്ച് മാത്രം ഇത് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇതുപോലെ മതി കേട്ടാ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ കൂന്തൽ മാത്രം എടുത്താൽ മതിയേ, ഇതിൻ്റെ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇതിലാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ടില്ലേ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മെൽട്ടായി വന്നതിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ 2 ഉള്ളിയായിട്ടാണ് എടുക്കുന്നത്. കൂന്തൽ അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ കൊണ്ട് 2 ഉള്ളിയായിട്ടാണ് എടുത്തിന്. നമുക്ക് ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മസാലയിലുണ്ടാവും ഉപ്പ്, അപ്പം ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ഉള്ളി നല്ലോണം ഒന്ന് ഇങ്ങനെ വഴറ്റി വരണം, നല്ല കളറൊക്കെ നല്ലോണം ചേഞ്ച് ചെയ്യണം, എന്നാലേ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. ജസ്റ്റ് ഉള്ളി വഴറ്റിയെടുത്താൽ പോരാ, നല്ല രീതിക്ക് ഉള്ളി ഫ്രൈ ആയി തന്നെ കിട്ടണം. ഇതാ കണ്ടില്ലേ ഈ ഒരു കളറാകുമ്പോട്ടാ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കേണ്ടത്. ഇത്രയൊക്കെ ഫ്രൈ ചെയ്യണം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിന് എന്തായാലും ഇങ്ങനെ വേണം കേട്ടോ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ അറിയാണ്ട് മസാലക്ക്. ഇനി നമുക്ക് ഇതിലേക്കില്ലേ ഈ ടൈം ആകുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലിയൊക്കെ ഇല്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് റെഡിയായി വരുന്നവരെ വെയിറ്റ് ആക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ 1.5 വലിയ തക്കാളിയായിട്ട് എടുത്തിന്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ലോ. ആ തക്കാളി ഇട്ടിട്ട് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരുന്ന ജ്യൂസി പോലെ ആട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ആക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനില്ലേ ആവശ്യത്തിലുള്ള കുരുമുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ചേ ഇട്ട് കൊടുക്കുള്ളൂ. പച്ചവെള്ളം അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടി എന്തായാലും വേണം കേട്ടോ, അത് സ്കിപ്പ് ചെയ്തൊക്കെ അല്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ആയിട്ട് ഇട്ട് കൊടുക്കുന്ന ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മെയിനായിട്ട് വേണ്ടതുണ്ട് നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി, അതെന്തായാലും ഇട്ട് കൊടുക്കണം. ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതായിട്ട് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഈ പൊടിയൊക്കെ ചേർത്തിട്ടില്ലേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി വരുമില്ലേ 1 ടേബിൾ സ്പൂണില്ലേ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ തൈരിന് കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി തൈരിൽ നല്ലോണം മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തലില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുക. കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും നല്ലോണം ഫ്രൈ ആകാൻ പാടില്ല, ഇതുപോലെ മതിയിട്ടാ. അങ്ങനെയെങ്കിൽ മസാലയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഇങ്ങനെ റബ്ബർ പോലെ ഓവർ ഫ്രൈ ആയി വന്നില്ലെങ്കിൽ നമുക്കിത് ദമ്മൊക്കെ ഇടാനുള്ളതല്ലേ.
ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ചില്ല മസാലയൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ എന്താക്കി പറയുമോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുത്തു. ഇനി ഈ കൂന്തലും ആ മസാലയൊക്കെ നല്ല വൃത്തിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറേ ടൈം വേവിച്ചെടുക്കാൻ നിൽക്കേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ച് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓരോരാളും ഓരോ രീതിയിലായിട്ട് ഉണ്ടാക്കൽ. പക്ഷേ ഈ റൈസിൽ ഞാനിപ്പോൾ ഈ രീതിയിലേ ഉണ്ടാക്കൽ. എന്താ പറയുക, ഈ ഒന്നിനോട് ഒട്ടാത്തി നല്ല നെയ്യിൻ്റെ മണക്കിൽ നല്ല അടിപൊളി റൈസാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറില്ലോ. ഒന്ന് മറന്നുപോയി, റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ആയിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം 1 ടേബിൾ സ്പൂണ് ഗീ എടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗീ കൂടി ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. വേറെ ഒരു എണ്ണയും ഞാൻ ചേർക്കുന്നില്ല, വെളിച്ചെണ്ണയോ സാധാ സൺഫ്ലവർ ഓയിലോ ഒരു എണ്ണയും ചേർക്കുന്നില്ല. ഈ 2 ഗീ മാത്രമേ ചേർക്കുന്നില്ല. ഒരു ഉള്ളിയായിട്ട് എടുത്തത്. ഇനി നമുക്കിതൊന്ന് നേരെ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് ഈ ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ ഇത് മാറ്റി വെക്കണം കേട്ടോ പാത്രത്തിൽ നിന്ന്. ഇനിയുണ്ടല്ല, ഈ എണ്ണയിലാണ് നമുക്ക് ചോറുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിയൊക്കെ എടുത്ത് നല്ല വൃത്തിയൊക്കെ കഴുകി വെക്കാട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് അരിയായിട്ട് എടുത്തിന്. നേരത്തെ റെഡിയാക്കി വെച്ച ബാക്കി വന്ന ഓയിലില്ലേ, അതിലേക്ക് ഈ പറയുന്ന ഐറ്റംസൊക്കെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കില്ലേ കുറച്ച് ക്യാഷും കുറച്ച് റൈസൻസൊക്കെ ഇട്ടിട്ടില്ലേ ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ളി കൂടി ഇട്ടിട്ടുണ്ടായിട്ട് അത് പറയാൻ മറന്നുപോയി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് നേരത്തെ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ നെയ്യിലേക്ക്. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തേക്കാം കേട്ടോ. ഇത് വറുത്ത് റെഡി ആകുമ്പോഴേക്കും ഞാൻ വേറൊരു അപ്പുറത്തെ ഗ്യാസിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായി. ഇനി ആവശ്യത്തിൻ്റെ വെള്ളം 4 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിനി. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്തതാ ഈ ബിരിയാണിൻ്റെ ഫ്ലേവർ നല്ലൊരു നെയ്യൊക്കെ മണത്തിട്ട് അത്രക്കും നല്ല അടിപൊളി റൈസായിട്ടാണ് കിട്ടൽ. ഇനി ഗീ എല്ലായിടത്തും മിക്സായി തട്ടി റൈസിൽ. അതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി തക്കാളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തക്കാളി ചേർത്ത് കൊടുത്തത് റൈസൊന്നും ഒട്ടിപ്പിടിക്കാണ്ടും നല്ലൊരു രീതിയിൽ കിട്ടും. നേരത്തെ തിളക്കാൻ വെച്ചിട്ടുണ്ടായില്ല വെള്ളം, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെള്ളം നല്ല തിളച്ച വെള്ളമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മളെ റൈസ് റെഡിയാവില്ല. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുതുമൻ ചെറുനാരങ്ങൻ്റെ നീരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൈമിൽ ഞാൻ ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മൂടി വെച്ചിട്ടില്ലേ ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഇതിലൊക്കെ ആക്കിയിട്ട് അതവിടെ തിളച്ച് റെഡിയായി വരട്ടെ. ഇനി നമുക്ക് മസാല ഞാൻ കുക്കറിലാണ് കേട്ടോ അധികം ദമ്മിടൽ. അപ്പോൾ ഇതിൻ്റെ മണമൊന്നും പുറത്തൊന്നും പോകില്ല. നമുക്ക് ആ ദമ്മ് തുറക്കുമ്പോൾ നല്ല ഫ്ലേവറും കാര്യങ്ങളാട്ടോ കിട്ടൽ. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എപ്പം കുക്കറിലാണ് ദമ്മിടൽ. ഇനി ആ മസാല ഞാൻ നല്ല കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയല്ലേ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ആ മസാലിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം റൈസ് ഇട്ടതിന് ശേഷം ഇടയ്ക്ക് കുറച്ച് മല്ലിയിലയും ആ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ റൈസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഇതുപോലെ തന്നെ വീണ്ടും കുറച്ച് മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അതുകൂടാതെ തന്നെ ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു സാധനം ആവശ്യമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടാ. പിന്നെ ഇതിലേക്ക് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ കുക്കറൊന്ന് മൂടി വെക്കുക. ചെറിയ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. അത്രക്കും ചെറിയ ഫ്ലെയിമിലായിട്ടാണ് വെക്കേണ്ടത്, എന്നാലേ നല്ല രീതിക്ക് റെഡിയാവും. ഇല്ലെങ്കിൽ അതിൻ്റെ അടി കത്തിപ്പോവും.
അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ഈ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ.